പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ജൂൺ 2-ാം തീയതി ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ സൗരെന്ന് പറയുന്ന പ്രദേശത്ത് വികാസ് ദുബെ എന്ന ചെറുപ്പക്കാരൻ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹത്തെ വീണ്ടും പാമ്പ് കടിക്കുന്നു. അദ്ദേഹം മാതാപിതാക്കളോടൊപ്പം ഹോസ്പിറ്റലിൽ ചികിത്സ തേടും. 4-മതും പാമ്പ് കടിയേറ്റപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും നിർദ്ദേശപ്രകാരം വികാസ് അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറുന്നു. ചികിത്സയ്ക്ക് ശേഷം അമ്മയുടെ വീട്ടിലെത്തിയ വികാസിനെ വീണ്ടും പാമ്പ് കടിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി വികാസ് വീണ്ടും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അതിനുശേഷം മാതാപിതാക്കളോടൊപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് നിരന്തരം പാമ്പ് കടി ഏൽക്കുന്നത് കാരണം ഭീമമായൊരു തുക ചികിത്സയ്ക്ക് ആവശ്യമാണെന്നും അതിനാൽ വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ കാണുന്നു. ശേഷം 8-ാം തവണയും തന്നെ പാമ്പ് കടിച്ചെന്നും 9-ാം തവണ പാമ്പ് കടി ഏൽക്കുന്നതോടെ താൻ മരണപ്പെടുമെന്ന് സ്വപ്നം കണ്ടെന്നും എല്ലാ ശനിയാഴ്ചകളിലുമാണ് തന്നെ പാമ്പ് കടിക്കുന്നതെന്നും അവകാശപ്പെട്ടുകൊണ്ട് വികാസ് വീണ്ടും രംഗത്ത് വരികയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തു. ഈ സമയത്ത് ഇനി പാമ്പ് കടി ഏൽക്കുമ്പോൾ നിങ്ങൾ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടണമെന്നും അവിടെ ആൻറ്റിവെനം മറ്റും ചികിത്സാ രീതികളുണ്ടെന്നും വികാസിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഒരുപറ്റം ഡോക്ടർമാരെയും ഉൾപ്പെടുത്തി ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷം എന്താണ് വികാസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നുള്ളത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സംഘം ഇന്നലെ ജില്ലാ അധികാരിക്ക് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് ഇതായിരുന്നു: ഒരു തവണ മാത്രമാണ് വികാസിന് പാമ്പ് കടി ഏറ്റതെന്നും തുടർന്നുണ്ടായ പാമ്പ് കടികളെല്ലാം അദ്ദേഹത്തിൻ്റെ വെറും തോന്നലാണെന്നും പാമ്പുകളോടുള്ള അമിത ഭയത്താൽ തോന്നുന്ന ഒഫിഡിയോഫോബിയ എന്ന ഒരുതരം മാനസികാവസ്ഥയാണ് യുവാവിനെ ബാധിച്ചിരിക്കുന്നതെന്നും സമിതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ഞപ്പിത്തം ബാധിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞ എന്ന് തോന്നും, അല്ലെങ്കിൽ ഒന്നിനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അതേന്ന് തോന്നും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു വികാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത്രയും നാൾ കഴിഞ്ഞിരുന്നത്. ഈ വാർത്ത പുറത്തു വന്ന ആദ്യ നാളുകളിൽ എനിക്കൊന്ന് രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, ഇത് പുതിയൊരു തട്ടിപ്പായിരിക്കാം. അതായത് നിരന്തരം തന്നെ പാമ്പ് കടിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ രംഗത്ത് വരികയും ആരോഗ്യ പ്രവർത്തകരെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളെയും നിരന്തരം ബന്ധപ്പെട്ട് അവരുടെ കണ്ണിൽ പൊടിയിട്ട് പണം തട്ടാനുള്ള പുതിയ ഒരു തട്ടിപ്പ് രീതിയാണോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ സംഭവം നടക്കുന്നത് UP-യിലായതുകൊണ്ട് നമുക്കറിയാം, UP-യിലെ ഹൈന്ദവ ജനങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു രീതി എടുത്താൽ തന്നെ അവരുടെ എല്ലാത്തരം വിശ്വാസങ്ങളും ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു സംസ്കാര രീതിയാണ്. ആ ജനങ്ങൾക്കിടയിൽ ഒരാൾ തന്നെ നിരന്തരം പാമ്പ് കടിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ പാമ്പിനെ സ്വപ്നം കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് നാഗദൈവത്തിൻ്റെ അല്ലെങ്കിൽ സർപ്പറാണിയുടെ കടാക്ഷം കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയപ്പെട്ട് ഒരു ദിവ്യത്വം കൽപ്പിക്കപ്പെടുകയും ആ രീതിയിലേക്ക് ഒരു പുതിയ ആൾ ദൈവത്തിൻ്റെ ശ്രേണിയിലേക്ക് അദ്ദേഹം പോകുമോ എന്നൊക്കെയുള്ള ഒരു സംശയവും എനിക്കുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, UP-യിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുട്ടി ജനിച്ച സമയത്ത് കുട്ടിയുടെ ബാക്ക് ഭാഗത്ത് ഒരു വിരലിൻ്റെ നീളത്തിൽ കുറച്ച് മാംസം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടിട്ട് ഇത് ഹനുമാന്റെ വാലാണെന്നും കുട്ടിക്ക് ഭഗവാൻ ഹനുമാന്റെ കടാക്ഷം കിട്ടിയിരിക്കുന്നുവെന്നും കുട്ടിയെ ഞങ്ങൾക്ക് ആരാധിക്കാൻ വിട്ടുതരണമെന്നൊക്കെ പറഞ്ഞ് ആ നാട്ടിലെ ജനങ്ങൾ നടത്തിയ കുറേ കോപ്രായങ്ങൾ വാർത്തയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും വികാസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഞാനടക്കം പലരും ഈ വാർത്ത ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന് ഇന്ന് പരിസമാപ്തിയായി. ഇന്നത്തെ സമിതിയുടെ റിപ്പോർട്ടോടുകൂടി ആ വിഷയം നമുക്കെല്ലാവർക്കും ആ വിഷയത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.